വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഒരു സ്റ്റഡി വ്ലോഗായിരുന്നു ഞാൻ മെയിനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ സ്റ്റഡി വ്ലോഗ് എടുക്കാൻ വേണ്ടിയിട്ട് ടേബിൾ ഒക്കെ നോക്കുമ്പോൾ മൊത്തത്തിൽ വൃത്തികേടായി കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഒരു ക്ലീനിങ്ങിൻ്റെ സെഷനും കൂടി ആഡ് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചത്. അപ്പോൾ മൊത്തം ക്ലീൻ ചെയ്യുന്ന വീഡിയോ ആണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി ഇതെൻ്റെ ടേബിളല്ല, ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ താത്താടെ മക്കളെ പറ്റി. അവരുടെ ടേബിളും സാധനങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നെ ഹെൽപ്പ് ചെയ്യാൻ എൻ്റെ താത്താവും കൂടി വന്നിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇതൊന്നും ഒരിക്കലും തീരില്ല, കാരണം അത്രത്തോളം ഉണ്ടായിരുന്നു. അറ്റ് ലാസ്റ്റ് ഫുള്ളായിട്ട് നമ്മൾ ക്ലീനാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെന്താ, ഞാൻ പഠിക്കാനിരുന്നു. അപ്പോൾ ദിസ് ഈസ് മൈ ഓൾ ഇൻ വൺ നോട്ട് ബുക്ക്. ആക്ച്വലി കോളേജിൽ പോകുന്ന എല്ലാവർക്കും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ബുക്കാണ്. കാരണം ഒറ്റ നോട്ട് ബുക്ക് എടുത്തിട്ട് കോളേജിലേക്ക് പോയാൽ മതി. എല്ലാ നോട്ട്സും ഇതിൽ എഴുതിയെടുക്കാം. പിന്നെ എല്ലാം എഴുതിയെടുക്കാം, പിന്നെ അല്ലാണ്ട് നമുക്ക് വേറെ നോട്ട്സ് ഉണ്ടാവും. പിന്നെ മെയിനായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ, +2 വരെ നമുക്ക് നല്ല ടെക്സ്റ്റ് ബുക്ക് കിട്ടും പഠിക്കാൻ. അപ്പോൾ അത് വെച്ചിട്ട് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് പഠിക്കാൻ തന്നെ ശ്രമിക്കണം. കാരണം ഡിഗ്രി എത്തിയാൽ നമുക്ക് ഒരിക്കലും ടെക്സ്റ്റ് ബുക്കോ മര്യാദയ്ക്കുള്ള നോട്ട്സ് വരെ നമ്മളെ ലെക്ചേഴ്സ് ആരും പ്രൊവൈഡ് ചെയ്ത് തരണം എന്ന് വലിയ ഉറപ്പൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉള്ള സമയത്ത് നല്ലോണം പഠിക്കാൻ നോക്കുക. പിന്നെ ബാക്കി ഡിഗ്രിക്ക് എത്തുന്ന സമയത്ത് ക്ലാസ്സൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മര്യാദയ്ക്ക് നോട്ട്സൊക്കെ എഴുതിയെടുത്താൽ മതി. ഇപ്പോൾ എല്ലാവരും കുറേ എക്സാം ടിപ്സൊക്കെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടാവും. അപ്പോൾ ഞാനിന്ന് കുറച്ച് എല്ലായിടത്തുനിന്നും റിഫൈൻ ചെയ്തിട്ട് മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും കുറച്ച് ടിപ്സും ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. നോമ്പൊക്കെ നോക്കിയിട്ട് പഠിക്കാനിരിക്കുന്ന ആളാണെങ്കിൽ ലാസ്റ്റത്തെ ടിപ്പ് എന്തായാലും മിസ് ചെയ്യരുത്. അപ്പോൾ ടിപ്പ് നമ്പർ 1, നിങ്ങളടുത്ത് ഈ കാര്യം ആരെങ്കിലും മുമ്പ് പറഞ്ഞിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്ക് പ്രത്യേകിച്ച് എന്തായാലും നിർബന്ധമായിട്ട് പറയേണ്ട കാര്യം എന്താ വെച്ചാൽ, നെവർ കമ്പയർ യുവർ സെൽഫ് വിത്ത് അതേഴ്സ്. അതായത് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, നിങ്ങളുടെ ഫ്രണ്ട്സ് വേറെ കുറച്ച് കാര്യങ്ങളായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന സമയത്തും അല്ലെങ്കിൽ പഠിച്ച് കഴിഞ്ഞിട്ടായിട്ടും നിങ്ങൾ എത്രയാണോ പഠിച്ചത് നിങ്ങളുടെ ഫ്രണ്ട്സിനോട് പറയാനോ അവരെത്രയാണോ പഠിച്ചത് അവരോട് ചോദിക്കാനോ നിൽക്കരുത്. കാരണം ഇതിപ്പം നിങ്ങൾ ഇതുവരെ പഠിക്കാത്തൊരു ടോപ്പിക് അവരിങ്ങനെ എന്തെങ്കിലും പറയുന്നതൊക്കെ കേട്ടാൽ നിങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂസ്ഡ് ആവും. പിന്നെ മൊത്തത്തിലൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഇൻകേസ് അഥവാ നിങ്ങളുടെ ഫ്രണ്ട്സ് അങ്ങനെ എത്ര പഠിച്ചു കഴിഞ്ഞു, എത്ര പഠിച്ചു അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിൽ മാക്സിമം ആ ക്വസ്റ്റിനെ അവോയ്ഡ് ചെയ്യാൻ നോക്കുക. നിങ്ങൾ പഠിക്കുന്ന കാര്യം അവർ ബോധിപ്പിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇനി നല്ലൊരു ഫ്രണ്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കുന്നത് ഹാഫ് പോർഷനായിട്ട് ഡിവൈഡൊക്കെ ചെയ്തിട്ട് പിന്നെ അത് അപ്പുറമൊക്കെ പറഞ്ഞു കൊടുക്കുന്ന രീതിയിലൊക്കെ പഠിക്കാൻ ശ്രമിക്കാം. ഇനി ടിപ്പ് നമ്പർ 2, നിങ്ങൾ കുറേ റീലൊക്കെ കണ്ടിട്ടുണ്ടാകും, കുറേ സ്റ്റഡി ടെക്നിക്സും മെത്തേഡ്സൊക്കെ. അപ്പോൾ അതൊക്കെ വെറുതെ ഉള്ള കാര്യങ്ങളല്ല, അതൊക്കെ മാക്സിമം യൂസ് ചെയ്താൽ നമ്മൾ പല സ്റ്റഡിയും ടെക്നിക്സൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. കാരണം കുറേ ടെക്നിക്സ് ഉണ്ട്, ലൈക്ക് ഫീൻമാൻ ടെക്നിക്, പൊമോഡോറോ ടെക്നിക്, ബ്ലേർട്ടിംഗ് മെത്തേഡ്, അതുപോലത്തെ കുറേ ടെക്നിക്സ് ഉണ്ട്. അതൊക്കെ മാക്സിമം യൂസ് ചെയ്യാം. അപ്പം അതിൻ്റെയൊക്കെ മെത്തേഡ് എങ്ങനെയാണ് എന്താ കാര്യങ്ങളെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ലോങ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പറയാം. ഇതിൽ എനിക്കിഷ്ടം ഫീൻമാൻ ടെക്നിക് എന്ന് പറയുന്ന സംഭവം. കാരണം അതെന്താണെന്ന് വെച്ചാൽ, നമ്മൾ വേറെ ഒരാൾക്ക് പഠിപ്പിക്കുന്ന രീതിയിൽ പഠിക്കലാണ് ആ ടെക്നിക് എന്ന് പറയുന്നത്. സംഭവം നിങ്ങൾ പല ആൾക്കാരും ചെയ്യുന്നൊരു സംഭവമായിരിക്കും. ആക്ച്വലി അത് ഭയങ്കര എഫക്റ്റീവാണ്. കാരണം അല്ലെങ്കിൽ നിങ്ങൾ ആക്ച്വലി ഒരു ഫ്രണ്ടിന് പഠിപ്പിച്ചു കൊടുക്കുക, നിങ്ങൾ പഠിച്ചൊരു സംഭവം പഠിപ്പിച്ചു കൊടുത്താൽ അത് കുറേ കൂടി നമ്മൾ എത്രത്തോളം പഠിച്ചിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ നമ്മൾ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ബ്ലേർട്ടിംഗ് മെത്തേഡ് എന്ന് പറയുമ്പം നമ്മൾ പഠിച്ച സംഭവങ്ങളൊക്കെ ഒരു പേപ്പറിൽ എഴുതാൻ നോക്കുക. അപ്പോൾ അതിൽ കുറേ ഗ്യാപ്സ് വരും. അതായത് നമുക്ക് പഠിച്ചത് മൊത്തം നമുക്ക് എഴുതാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ എഴുതി പിന്നെ ഫില്ല് ചെയ്തിട്ട് പിന്നെ ഒന്നും കൂടി പഠിച്ച് അത് ഇമ്പ്രൂവ് ചെയ്യലാണ് ബ്ലേർട്ടിംഗ് മെത്തേഡ്. അപ്പോൾ അതുപോലത്തെ കുറേ മെത്തേഡ്സ് ഉണ്ട്, അതൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ നോക്കാം. നൗ ടിപ്പ് നമ്പർ 3, നമ്മൾ എത്രയൊക്കെ പഠിച്ചാലും അത് പ്രസൻറ്റ് ചെയ്യുന്ന രീതിയാണ് മെയിൻ. നമ്മൾ കുറേ പഠിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സ്ട്രെസ്സും ആങ്സൈറ്റിയും കാരണം നമുക്ക് പലർക്കും അത് പഠിച്ചത്ര കാര്യങ്ങൾ എഴുതാൻ പറ്റണമെന്നില്ല. മെയിനായിട്ട് നമുക്ക് പറ്റുന്ന പ്രശ്നം എന്താ വെച്ചാൽ, ക്വസ്റ്റ്യൻ പേപ്പർ മര്യാദയ്ക്ക് വായിക്കില്ല. ക്വസ്റ്റ്യൻ പേപ്പർ ഒരു 2-3 ടൈംസ് ആദ്യം തന്നെ വായിക്കുക. എന്നിട്ട് ക്വസ്റ്റ്യനിൽ ഹൈലൈറ്റ് ചെയ്യേണ്ട പോയിന്റ് ഹൈലൈറ്റ് ചെയ്തേക്കുക. ലൈക്ക് എക്സ്പ്ലെയിൻ, ലിസ്റ്റ്, പിന്നെ ബ്രീഫ്ലി എക്സ്പ്ലെയിൻ, അതുപോലത്തെ കുറച്ച് കാര്യങ്ങളുണ്ടാവും ക്വസ്റ്റ്യന്. അപ്പോൾ അതൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ട് ആൻസർ ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ ആൻസർ ചെയ്യുന്ന സമയത്ത് ആദ്യം എന്താണോ മനസ്സിൽ വരുന്നത് അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. നമ്മൾ ഫസ്റ്റ് ഇൻസ്റ്റിങ്ക്റ്റ് എപ്പോഴും ശരിയായിരിക്കും എന്നാണല്ലോ പറയുന്നത്. അൺലെസ് നിങ്ങൾക്കൊരു മിസ്റ്റേക്ക് കറക്റ്റ്ലി തോന്നുന്നത് വരെ അത് മാറ്റാണ്ട് നിങ്ങൾക്ക് തോന്നുന്ന രീതിയിൽ എഴുതിക്കൊണ്ടിരിക്കുക. കുറേ പ്രാവശ്യം വട്ടം കുത്തുന്നിട്ട് ഒരിക്കലും അങ്ങനെ എഴുതാൻ പാടില്ല. പിന്നെ എഴുതുന്ന സമയത്ത് നമ്മളിപ്പം ഇൻട്രോ
കുറച്ച് എഴുതുക, അത് കഴിഞ്ഞിട്ട് ഒരു ബുള്ളറ്റിംഗ് പോയിന്റ്സ് പോലെ മെയിൻ പോയിന്റ്സ് ആയിട്ട് എഴുതുക, പിന്നെ അതിനൊരു കൺക്ലൂഷൻ കൊടുക്കുക. ആ ഒരു രീതിയിൽ എഴുതിയാൽ നല്ലൊരു മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നൊരു പ്രശ്നമായിരിക്കും ടൈം മാനേജ്മെൻറ്റ്. അതായത് 8 മാർക്കിൻ്റെ 10 മാർക്കിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് കുറേ സമയം അതിനിരുന്ന് ഇങ്ങനെ മെനക്കെടും. പക്ഷെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും അറ്റൻഡ് ചെയ്യാൻ ടൈം കിട്ടില്ല. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യേണ്ട മെത്തേഡാണ് ബ്ലോട്ടിംഗ് മെത്തേഡ്. ഒരു ടൈം സെറ്റ് ചെയ്തിട്ട് നിങ്ങൾ ആൻസർ ഇങ്ങനെ എഴുതി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും 8 മാർക്കിൻ്റെ ക്വസ്റ്റിന് എത്ര ടൈം സ്പെൻഡ് ചെയ്യണം, 16 മാർക്കിൻ്റെ ക്വസ്റ്റിന് എത്ര ടൈം സ്പെൻഡ് ചെയ്യണം, 3 മാർക്കിൻ്റെ ക്വസ്റ്റിന് എത്ര ടൈം സ്പെൻഡ് ചെയ്യണം. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളെ പഠിത്തവും കാര്യങ്ങളും ഒക്കെ ഇമ്പ്രൂവ് ആകും. ടിപ്പ് നമ്പർ 4, നമുക്ക് മെയിനായിട്ട് വരുന്ന ഇഷ്യൂ ആണ് നമുക്ക് പഠിക്കാനിരിക്കാനുള്ളൊരു മൂഡില്ലായ്മ, അല്ലെങ്കിൽ പഠിക്കാനിരിക്കുന്ന ഒരു കോൺസെൻട്രേഷൻ കിട്ടാണ്ടിരിക്കുക, അല്ലെങ്കിൽ ഒരു സ്ട്രെസ്സ് വരിക, ആങ്സൈറ്റി വരിക, ഇതുപോലത്തെ ഒരു കാര്യങ്ങൾ. അപ്പോൾ ഇതിന് മെയിനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നമുക്ക് പഠിക്കാൻ പറ്റൂലാന്ന് തോന്നുന്ന സമയത്ത് ഏറ്റവും ചെറിയൊരു സ്റ്റെപ്പ് നമ്മൾ എടുക്കാൻ നോക്കുക. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഇപ്പോൾ മാത്സ് ഒക്കെ ചെയ്യാനിരിക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു സംഭവം, നമുക്ക് സിമ്പിൾ തോന്നില്ല, പക്ഷേ നോർമലി സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റിനെ സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഒരു 2-3 ടൈംസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റിയാൽ നമുക്ക് പിന്നെ നമ്മളിൽ തന്നെ ഒരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാകും. ഇതൊക്കെ നമ്മളെ കൊണ്ട് പഠിക്കാൻ പറ്റും. ആ ഒരു തോട്ട് വരുന്ന സമയത്ത് തന്നെ നമ്മളെ പകുതി ആങ്സൈറ്റി കുറയും. ആക്ച്വലി ആക്ഷൻ റെഡ്യൂസസ് ആങ്സൈറ്റി എന്നാണ് പറയല്. അപ്പോൾ വലിയ സ്റ്റെപ്പ് എടുക്കുന്നതിന് പകരം ചെറിയ സ്റ്റെപ്പ് എടുത്ത് നമുക്കൊന്ന് ഇമ്പ്രൂവ് ആവാൻ നോക്കാം. ഇനി ഫൈനൽ ടിപ്പ്, നമ്മളിപ്പോൾ മെയിനായിട്ട് ഫേസ് ചെയ്യുന്നൊരു സംഭവമാണ് റമദാനും സമ്മറും ഒന്നിച്ച് വന്നത്. റമദാനാണെങ്കിൽ കുഴപ്പമില്ല നോക്കുക, പക്ഷേ സമ്മറും കൂടെ ആയതുകൊണ്ട് പല ആൾക്കാർക്കും ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നമ്മൾക്ക് അതായത് നോമ്പല്ലാത്ത സമയത്ത് അത്യാവശ്യത്തിലേറെ വെള്ളം കുടിക്കാൻ ശ്രമിക്കുക. അത്യാവശ്യത്തിലേറെ എന്നല്ല, അത്യാവശ്യം വെള്ളം എന്തായാലും കുടിക്കണം. അറ്റ്ലീസ്റ്റ് ഒരു 2 to 3 liters വെള്ളം പെർ ഡേ എന്തായാലും കുടിക്കാൻ ശ്രമിക്കണം. നമ്മൾ എന്തായാലും ഇത് മറന്നുകൊണ്ടാവും. പിന്നെ സ്റ്റേ ഹൈഡ്രേറ്റഡ്, സ്റ്റേ ഹെൽത്തി ഒക്കെ ചെയ്യുക. മാക്സിമം ഇഫ്താറിൻ്റെ സമയത്തും കാര്യങ്ങളിലായിട്ട് അൺഹെൽത്തി ഫുഡ്സ് ഒക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ എനർജീനെ സേവ് ചെയ്ത് വെക്കണം. അതൊക്കെ മിസ്യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഈ നോമ്പിൻ്റെ സമയത്ത് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിലൊരു റുട്ടീൻ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, സ്ക്രീനിൽ കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഈ ഒരു റുട്ടീൻ ഫോളോ ചെയ്യാം, അത് നിങ്ങൾ താല്പര്യം. അപ്പോൾ ഞാൻ പഠിക്കാനിരുന്നിട്ട് ഏകദേശം ഒരു ഹാഫ് പോർഷൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചു നാളെ നാട്ടിൽ പോവുക, അതിനുള്ള എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കാനുള്ള രീതിയിലാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ കാണിച്ച ക്ലോക്ക്, അതൊക്കെ നിങ്ങൾക്ക് എന്താ പറയുക, ഒരു ടൈമറൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് അതുപോലത്തെ ഒരു ക്ലോക്കൊക്കെ അവിടെ വെക്കുന്നത് ഉപകാരമായിരിക്കും. പക്ഷേ ഈ ക്ലോക്കിന് ബാറ്ററി ഇല്ലാത്തതുകൊണ്ട് അത് വർക്ക് ചെയ്യില്ലായിരുന്നു. അപ്പോൾ ഫോണിൽ ടൈമറൊക്കെ വെക്കുന്നതിന് പകരം ഇതുപോലത്തെ ക്ലോക്കിലൊക്കെ വെക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. കാരണം ഫോണിൽ വെച്ചാൽ നമുക്ക് ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവും. പിന്നെ ഒക്കെ കഴിഞ്ഞ് ഞാൻ ഇഫ്താറിനുള്ള പ്രിപ്പറേഷൻസിന് പോയി. അപ്പം ഇന്ന് നമ്മൾ മൊമോസ് ഉണ്ടാക്കാൻ വിചാരിച്ചു. ഞാൻ ഇതുവരെ മൊമോസ് ഉണ്ടാക്കിയിരുന്നില്ല. പിന്നെ ഇത് മൊത്തത്തിൽ ഞാൻ ആദ്യം ഉണ്ടാക്കിയ മാവും പിന്നെ കുറച്ച് കട്ടിങ്സ് മാത്രമേ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കിയൊക്കെ എൻ്റെ സിസ്റ്ററിൻ്റെ പണിയും ഹെൽപ്പും ഒക്കെ ആയിരുന്നു. ആ മാവ് ഉണ്ടാക്കുന്ന പ്രോസസ്സിനും ആരുടെ ഹെൽപ്പും വേണ്ടിയിരുന്നില്ല. കാരണം നമ്മൾ ക്ലേ ഉണ്ടാക്കിയിട്ട് നല്ല എക്സ്പേർട്ട് അല്ലേ. അപ്പോൾ ഇന്ന് നോമ്പ് തുറക്കാനും മൊമോസ് മാത്രമല്ല സമൂസയും കട്ട്ലറ്റൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മൈ ഫേവറേറ്റ് മുഹബത്ത് കാ സ്വരത്തും ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ്. നിങ്ങളുടെ അഭിപ്രായം പറയാനും ഒരിക്കലും മറക്കരുത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.